ഇന്ന് റോ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തത് ന്യൂ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ഗന്ധറിന്റെ ചാമ്പ്യൻഷിപ്പ് സെലിബ്രേഷൻ വെച്ചുകൊണ്ടാണ്. പിന്നെ ഈ ഒരു സെലിബ്രേഷൻ സെഗ്മെന്റിൽ ഇഞ്ചുറി സംഭവിച്ചു പോയ ലൂഡ്വിഗ് കൈസർ റിട്ടൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൂഡ്വിഗ് കൈസർ ആണ് വേൾഡ് ചാമ്പ്യൻ ഗന്ധറിനെ റിങ്ങിലേക്ക് ക്ഷണിച്ചത്. പിന്നീട് ഈ സെഗ്മെന്റിൽ ഗന്ധർ സംസാരിക്കുന്നത് വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത കാര്യത്തെ പറ്റിയാണ്. അതുപോലെ മുൻപ് IC ചാമ്പ്യൻഷിപ്പ് ഒരു ലോങ് ടൈം കൊണ്ടു നടന്നിട്ടുണ്ടായിരുന്നു, അതിനെപ്പറ്റി പറഞ്ഞു. അതുപോലെ തന്നെ 2024 കിങ് ഓഫ് ദ റിംഗ് വിൻ ചെയ്തിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് സമ്മർ സ്ലാമിൽ ജയിക്കുമെന്ന്. അത് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്നും ഗന്ധർ ഈ സെഗ്മെന്റിൽ പറയുന്നുണ്ട്. അതുപോലെ IC ചാമ്പ്യൻഷിപ്പ് കൊണ്ടുപോയതിനേക്കാൾ മുകളിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ് താൻ കൊണ്ടുപോകുമെന്നും അതുകൊണ്ട് ലോക്കർ റൂമിലുള്ള ആർക്ക് വേണമെങ്കിലും തന്നെ ചാലഞ്ച് ചെയ്യാമെന്നും പിന്നീട് ആർക്ക് വേണമെങ്കിലും വരാം എന്ന ഒരു ഓപ്പൺ ചാലഞ്ച് പോലെ വെച്ചു. അവിടെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ റാൻഡി ഓർട്ടൻ ആണ് വന്നത്. അപ്പോൾ റാൻഡി ഓർട്ടൻ സ്മാക്ക് ഡൗൺ ബ്രാൻഡ് അല്ലേ, എന്തുകൊണ്ടാണ് റോയിൽ വന്നത് എന്നുള്ള ഡൗട്ട് അത് തന്നെ ഗന്ധർ ഈ സെഗ്മെന്റിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് റാൻഡി ഓർട്ടൻ കൊടുക്കുന്ന മറുപടിയാണ്, നമ്മൾക്ക് തമ്മിൽ മുൻപ് കിങ് ആൻഡ് ക്വീൻ ഓഫ് ദ റിംഗിൽ ഒരു മാച്ച് നടന്നിരുന്നു. ആ മാച്ചിൽ നീ എന്നെ ക്ലീൻ ആയിട്ട് തോൽപ്പിച്ചിട്ടില്ല എന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. അതായത് എനിക്കും നിനക്കും അതുപോലെ തന്നെ ട്രിപ്പിൾ എച്ചിനും അറിയാം ഞാൻ ആ മാച്ചിൽ ക്ലീൻ ആയിട്ട് തോറ്റിട്ടില്ല എന്ന്. പിന്നീട് റാൻഡി ഓർട്ടൻ പറയുന്നത് അതിൻ്റെ റീമാച്ച് എനിക്ക് ബാഷ് ഇൻ ബെർലിനിൽ വേണമെന്നും അത് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ചായിട്ട് വേണം എന്നാണ്. അതുപോലെ തന്നെ നിന്റെ ഹോം ടൗണിൽ നിന്റെ ഫാൻസിന്റെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ നിന്നെ തോൽപ്പിച്ച് നിന്റെ കയ്യിലുള്ള വേൾഡ് ചാമ്പ്യൻഷിപ്പ് എടുത്തുകൊണ്ട് പോകും എന്ന ടൈപ്പിലും റാൻഡി ഓർട്ടൻ ഈ സെഗ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ടതിന് ശേഷം വേൾഡ് ചാമ്പ്യൻ ഗന്ധർ 1 മിനിറ്റ് ആലോചിച്ച് പിന്നീട് റാൻഡി ഓർട്ടനോട് ആ ഒരു ചാലഞ്ച് താൻ അക്സെപ്റ്റ് ചെയ്തതായിട്ടും ബാഷ് ഇൻ ബെർലിനിൽ ഇവർക്ക് തമ്മിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ച് കൺഫേം ചെയ്യുന്നതായിട്ടും ഗന്ധർ ഈ സെഗ്മെന്റിൽ കാണിച്ചിരുന്നു. അതും പരസ്പരം റെസ്പെക്ട് ചെയ്ത് കൈയെല്ലാം കൊടുത്തുകൊണ്ടാണ് ഈ മാച്ച് ഇവർ കൺഫേം ചെയ്തത്. പിന്നീട് റാൻഡി ഓർട്ടൻ തീം മ്യൂസിക് എല്ലാം പ്ലേ ചെയ്ത് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അപ്പോൾ ഈ മാച്ചിൽ ശരിക്കും ഇല്യ ഡ്രാഗനവ് ആണ് വരേണ്ടത്, പക്ഷെ റാൻഡി ഓർട്ടനെയാണ് കൊണ്ടുവന്നത്. പിന്നെ ഡ്രാഗനവ് ഇപ്പൊ റോയിൽ വന്നിട്ട് അധികമായിട്ടില്ല, ചിലപ്പോൾ അതുകൊണ്ട് കൂടിയിട്ടായിരിക്കാം വേൾഡ് ചാമ്പ്യൻഷിപ്പ് വന്നപ്പോൾ ഈ മാച്ച് WWE ഒഴിവാക്കി റാൻഡി ഓർട്ടനെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു മാച്ച് നമുക്ക് ബാഷ് ഇൻ ബെർലിനിൽ കാണാൻ സാധിക്കും. പിന്നീട് ലൂഡ്വിഗ് കൈസർ ഈ സെഗ്മെന്റ് കഴിഞ്ഞിട്ട് റിംഗ് വിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അതേസമയം ബാക്ക് സ്റ്റേജിൽ ഷെയ്മസിനോട് ലൂഡ്വിഗ് കൈസർ ഇഞ്ചുറി എല്ലാം മാറി തിരിച്ചു വന്ന കാര്യത്തെ പറ്റി എല്ലാം ചോദിക്കുന്നുണ്ട്. പിന്നീട് ഷെയ്മസ് അവിടെ നിന്നും ലൂഡ്വിഗ് കൈസറുമായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് റിങ്ങിലേക്ക് വന്ന് ഇവർക്ക് തമ്മിലുള്ള മാച്ച് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ മാച്ച് നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത്. മാച്ചിന്റെ അവസാനത്തിൽ പീറ്റ് ഡേൺ റിംഗ് സൈഡിൽ വന്നുകൊണ്ട് ഷെയ്മസിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ ഷെയ്മസ് പീറ്റ് ഡേന് ഒരു ബ്രോ കിക്ക് കൊടുത്തുകൊണ്ട് കമന്ററി ടേബിളിന്റെ മുകളിലേക്ക് ഇടും. അതിനുശേഷം റിങ്ങിലേക്ക് കയറി ലൂഡ്വിഗ് കൈസറിനും ഒരു ഫിനിഷർ കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ ഷെയ്മസ് ആണ് വിൻ ചെയ്തത്. അപ്പോൾ ഇത്രയും നാൾ ഷെയ്മസ് ഇങ്ങനെ തോൽക്കായിരുന്നു. എന്നാൽ ഈ ഒരു മാച്ചിൽ അതായത് പീറ്റ് ഡേൻ വന്നിട്ട് പോലും ഷെയ്മസ് തോറ്റില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. അതിനുശേഷം റോ എപ്പിസോഡിൽ ഇന്നലെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് തോറ്റ ഡാമിൻ പ്രീസ്റ്റിന്റെ സെഗ്മെന്റ് നടന്നു. തന്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് പോയതിലൊന്നും തനിക്ക് വിഷമമില്ല എന്നും വേൾഡ് ചാമ്പ്യൻഷിപ്പ് അല്ലെങ്കിൽ ഏത് ചാമ്പ്യൻഷിപ്പ് ആയാലും അത് തിരികെ വിൻ ചെയ്യാൻ മറ്റൊരു അവസരം വരുമെന്നാണ്. അതേസമയം തനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമുണ്ടാക്കിയത് ഫിൻ ബാലർ തന്നെ ചതിച്ചതിലാണ്. ഇത്രയും നാൾ വിശ്വസ്തനായി കൂടെ നിന്നിട്ട് ഫിൻ ബാലർ അങ്ങനെ ചതിക്കുമെന്ന് താൻ വിചാരിച്ചില്ല എന്നും ഡാമിൻ പ്രീസ്റ്റ് ഈ സെഗ്മെന്റിൽ പറയുന്നുണ്ട്. അതുപോലെ ഫിൻ ബാലറുമായിട്ട് തനിക്ക് ഫൈറ്റ് ചെയ്യണമെന്നും റിങ്ങിലേക്ക് വരാനായിട്ടെല്ലാം ഡാമിൻ പ്രീസ്റ്റ് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഫിൻ ബാലർ റിങ്ങിലേക്ക് വരാതെ LED സ്ക്രീനിൽ വന്നുകൊണ്ട് പറയുന്നത്, ഞാൻ നിന്നെ വഞ്ചിച്ചു എന്നല്ല നീ പറയുന്നത്, എന്നാൽ അതല്ല ശരി, നീയാണ് ശരിക്കും ഞങ്ങളെ വഞ്ചിച്ചത് അല്ലെങ്കിൽ ഞങ്ങളെ പറ്റിച്ചത്. നിനക്ക് ചാമ്പ്യൻഷിപ്പ് കിട്ടിയതിന് ശേഷം നീ ഞങ്ങളെ തന്നെ മറന്നു. ജഡ്ജ്മെന്റ് ഡേ ടീമിന് ലീഡർ ഇല്ല എന്നൊക്കെ പറഞ്ഞത് നീ തന്നെയാണ്. എന്നാൽ നിനക്ക് ചാമ്പ്യൻഷിപ്പ് കിട്ടിയതിന് ശേഷം നീ തന്നെ ലീഡർ കളിക്കാൻ തുടങ്ങി. അതുപോലെ മാച്ചിൽ ഞങ്ങളുടെ സഹായമൊന്നും വേണ്ട, എല്ലാം നീ തനിയാണ് നേടാൻ നോക്കിയത്. അപ്പോൾ എല്ലാം കൊണ്ടും നീ തന്നെയാണ് ഇതിന് കാരണക്കാരൻ എന്നൊക്കെയാണ് ഫിൻ ബാലർ പറഞ്ഞത്. അതായത് ഫിൻ ബാലർ എല്ലാ തെറ്റും ഡാമിൻ പ്രീസ്റ്റിൻ്റെതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നീ ഇപ്പോൾ തനിയാണ് റിങ്ങിലുള്ളത്, എന്നാൽ ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ ഇപ്പോൾ ഒരു പുതിയ ടീമായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഡൊമിനിക് മിസ്റ്റീരിയോ, ലിവ് മോർഗൻ, കാർലിറ്റോ, JD മെക്ഡാനിക് ഇവരുമായിട്ട് പുതിയ ജഡ്ജ്മെന്റ് ഫിൻ ബാലർ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഡാമിൻ പ്രീസ്റ്റ് തനിയാണ് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കളിയാക്കുമ്പോൾ ദേഷ്യം വന്ന ഡാമിൻ പ്രീസ്റ്റ് ഇവരെ അന്വേഷിച്ച് ബാക്ക് സ്റ്റേജിലോട്ട് പോകും. ഇതോടുകൂടി ഈ സെഗ്മെന്റ് അവസാനിച്ചു. അപ്പോൾ ഈ സെഗ്മെന്റും നല്ല സെഗ്മെന്റ് ആയിരുന്നു. പിന്നീട് ബാക്ക് സ്റ്റേജിൽ ബ്രോൺസൺ റീഡ് ആഡം പിയേഴ്സുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ ആഡം പിയേഴ്സ് പറയുന്നത്, കഴിഞ്ഞ റോയിൽ നീ ഷെയ്മസിനെ എല്ലാം തോൽപ്പിച്ചു, എന്നാൽ ഈ റോയിൽ നിനക്ക് മാച്ചൊന്നും ഇല്ല എന്നാണ്. ഇത് കേട്ട ബ്രോൺസൺ റീഡ് പറയുന്നത്,
എനിക്ക് ഇനിയും മുന്നോട്ട് പോകണം, എന്ത് ചെയ്യണം എന്ന് തനിക്കറിയാം, ആ ഒരു ടൈപ്പിലൊക്കെയാണ്. എന്നിട്ട് അവിടെ നിന്നും ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകും. പിന്നീട് ലൈറ വൽക്കീരിയ വേഴ്സസ് ഷൈന ബേസ്ലർ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് നടന്നു. മാച്ചിന്റെ അവസാനത്തിൽ ലൈറ വൽക്കീരിയ വിൻ ചെയ്യാൻ പോകുമ്പോൾ സോണിയ ഡിവൽ ആൻഡ് സോയി സ്റ്റാർക്കെല്ലാം കയറി ലൈറ വൽക്കീരിയനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതോടുകൂടി ഈ മാച്ച് സ്റ്റോപ്പ് ചെയ്തു. പിന്നീട് ഡാമേജ് കൺട്രോൾ ടീം വന്നുകൊണ്ട് ഷൈന ബേസ്ലർ ടീമിനെ എല്ലാം അറ്റാക്ക് ചെയ്തു. അപ്പോൾ ഈ ഒരു മാച്ച് ഡിസ്ക്വാളിഫിക്കേഷൻ മൂലം ലൈറ വൽക്കീരിയാണ് വിൻ ചെയ്തിട്ടുള്ളത്. പിന്നീട് CM പങ്കിന്റെ സെഗ്മെന്റ് നടന്നു. CM പങ്ക് വന്നതിന് ശേഷം ഇന്നലെ സമ്മർ സ്ലാമിൽ തോറ്റുപോയ കാര്യത്തെ പറ്റിയും അതും താൻ 10 വർഷം കഴിഞ്ഞ് വന്ന മാച്ചാണ് തോറ്റുപോയത് എന്നും അതുപോലെ തന്നെ ഫാൻസിന്റെ സപ്പോർട്ടിനെ പറ്റിയെല്ലാം സംസാരിച്ചുകൊണ്ട് സെത്ത് റോളൻസിലേക്ക് വന്നെത്തും CM പങ്ക്. അതായത് സെത്ത് റോളൻസ് ഒരു വഞ്ചകനാണെന്നും സെത്ത് റോളൻസ് കാരണമാണ് താൻ ആ ഒരു മാച്ച് തോറ്റത് എന്നും തന്റെ വൈഫിന്റെ ബ്രേസ്ലെറ്റ് എടുത്ത് കയ്യിലിട്ടതുകൊണ്ടാണ് താൻ സെത്ത് റോളൻസുമായിട്ട് വാക്കുതർക്കമുണ്ടായത് എന്നും എന്നാൽ ആ ഒരു പക മനസ്സിൽ വെച്ച് അവൻ ഡ്രൂ മെക്കിൻടയറിനെ വിജയിപ്പിച്ചു എന്നൊക്കെയാണ് CM പങ്ക് പറഞ്ഞത്. പിന്നീട് CM പങ്ക് ഇഞ്ചുറി എല്ലാം മാറി വന്നത് വെറും 5 മാസം കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് സെത്ത് റോളൻസിനെ മാച്ചിന് വിളിക്കുന്നത് പോലെ ഈ സെഗ്മെന്റ് ചെന്നെത്തും. അതിനുശേഷം സെത്ത് റോളൻസ് നീ 5 മാസം കൊണ്ട് ഇഞ്ചുറി മാറി വന്നവനാണ് എങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ തന്നെ ഫൈറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സെത്ത് റോളൻസ് ഷർട്ടെല്ലാം ഊരിക്കൊണ്ട് റിങ്ങിലേക്ക് കയറി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കും. എന്നാൽ ഡ്രൂ മെക്കിൻടയർ ഫാൻസിന്റെ സൈഡിൽ വന്നുകൊണ്ട് സെത്ത് റോളൻസ് ഒരു പ്രാന്തനാണെങ്കിലും അല്ലെങ്കിൽ ഒരു കിറുക്കനാണെങ്കിലും അവൻ ഇന്നലെ ചെയ്തത് ഒരു നല്ല കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വിജയിപ്പിച്ച കാര്യത്തെപ്പറ്റിയെല്ലാം ഡ്രൂ മെക്കിൻടയർ ഈ സെഗ്മെന്റിൽ പറയും. അതുപോലെ തന്നെ CM പങ്കിനോട് പറയുന്നത് നിന്റെ വൈഫിന്റെ ബ്രേസ്ലെറ്റ് ഇപ്പോഴും എൻ്റെ കയ്യിൽ തന്നെയുണ്ട് എന്നൊക്കെയാണ്. ഇത് കേട്ട് ദേഷ്യം വന്ന CM പങ്ക് മെക്കിൻടയറെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാൻസിന്റെ സൈഡിൽ കൂടെ ഡ്രൂ മെക്കിൻടയറിന്റെ അടുത്തേക്ക് പോകും. എന്നാൽ സെത്ത് റോളൻസ് തനിയാണ് റിങ്ങിലുണ്ടായിരുന്നത്. അടുത്ത സെക്കൻഡിൽ തന്നെ ബ്രോൺസൺ റീഡ് വന്ന് സെത്തിനെ അറ്റാക്ക് ചെയ്തു. സെത്ത് തിരിച്ച് സൂപ്പർ കിക്കെല്ലാം ചെയ്തുവെങ്കിലും പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. പിന്നീട് ബ്രോൺസൺ റീഡ് കണ്ടിന്യൂസ് ആയിട്ട് സെത്ത് റോളൻസിന് ഫിനിഷർ കൊടുത്തു. അതായത് ബാക്ക് ടു ബാക്ക് 6 സുനാമി ഫിനിഷറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പിടിച്ചു മാറ്റാൻ വന്ന ഒഫീഷ്യൽ ടീമിനെയെല്ലാം മറികടന്നുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അവസാനം മറ്റൊരു ഫിനിഷറും കൂടി ചെയ്യാൻ നോക്കുമ്പോഴാണ് ഒഫീഷ്യൽസിന് ബുദ്ധി വന്ന് അവർ സെത്തിനെ റിങ്ങിൽ നിന്നും പുറത്തേക്ക് വലിച്ചെടുക്കുന്നത്. അതേസമയം സെത്തിൻ്റെ വായിൽ നിന്നും നിറയെ ബ്ലഡ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ സെത്ത് റോളൻസിന് നല്ല പരിക്കാണ് ഈ സെഗ്മെന്റിൽ പറ്റിയിട്ടുള്ളത്. ബ്രോൺസൺ റീഡിന് മാച്ചില്ല എന്ന് പറഞ്ഞ ദേഷ്യം കൊണ്ടാണ് സെത്തിനെ വന്ന് ഇങ്ങനെ അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് പലിശ സഹിതം സെത്ത് റോളൻസിന്റെ കയ്യിൽ നിന്നും തിരിച്ചു കിട്ടും. അത് കാണാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഈ സെഗ്മെന്റ് ഒരു ഷോക്കിംഗ് ആയിരുന്നു, ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് ഈ സെഗ്മെന്റ് നല്ല സെഗ്മെന്റ് ആയിട്ടുണ്ട്. പിന്നെ CM പങ്ക് മെക്കിൻടയർ ഇവരുടെ സ്റ്റോറി വീണ്ടും കണ്ടിന്യൂ ആയിട്ടുണ്ട്. പിന്നീട് എപ്പോഴത്തെയും പോലെ ന്യൂഡേ AOP ഇവരുടെ ടാഗ് ടീം മാച്ച് നടന്നു. ഈ മാച്ചിനെ പറ്റി പ്രത്യേകിച്ച് പറയാനായിട്ട് താല്പര്യമൊന്നുമില്ല. എന്നാൽ ഈ മാച്ചിന്റെ അവസാനത്തിൽ NXTയിൽ നിന്നുള്ള ഒഡീസി ജോൺസ് വന്നുകൊണ്ട് കെരിൻ ക്രോസിനെ അറ്റാക്ക് ചെയ്ത് ന്യൂഡേ ടീമിന് വിൻ ചെയ്യാനായിട്ട് ഒരു സാധ്യത കൊടുത്തു. ആ ഒരു അവസരം ഉപയോഗിച്ച് ന്യൂഡേ ടീം റോൾ പിൻ ചെയ്ത് ഈ മാച്ച് വിൻ ചെയ്തു. അതിനുശേഷം AOP ടീമിനെയും ഒഡീസി ജോൺസ് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ന്യൂഡേ ടീമിന്റെ കൂടെ ടീമാകുന്നത് പോലെയാണ് ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് ഉൾപ്പെടെ കാണിച്ചിട്ടുള്ളത്. അതിനുശേഷം ടാഗ് ടീം മാച്ച് ഗ്രേസൺ വാലർ ആൻഡ് ആസ്റ്റിൻ തിയറി വേഴ്സസ് മിസ് ആൻഡ് R-Truth. മാച്ചിന്റെ അവസാനത്തിൽ ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ നോക്കുമ്പോൾ അത് മിസ്സിന്റെ മേലോട്ട് മിസ് റിങ്ങിന് പുറത്ത് പോകും. ആ ഒരു അവസരം ഉപയോഗിച്ച് ആസ്റ്റിൻ തിയറി R-Truthന് ഫിനിഷർ കൊടുത്തുകൊണ്ട് ആസ്റ്റിൻ തിയറി ആൻഡ് ഗ്രേസൺ വാലർ ഇവരാണ് വിൻ ചെയ്തത്. പിന്നീട് ഡാമിൻ പ്രീസ്റ്റ് വേഴ്സസ് JD മെക്ഡാനിക് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് നടന്നു. മാച്ച് നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത്. പ്രത്യേകിച്ച് മാച്ചിന്റെ ക്ലൈമാക്സ്, ഇവരുടെ സ്റ്റോറി ലൈൻ എല്ലാം വേറെ ലെവലായിട്ടുണ്ട്. മാച്ചിന്റെ അവസാനത്തിൽ ഡാമിൻ പ്രീസ്റ്റ് വിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് ഫിൻ ബാലർ വന്നുകൊണ്ട് ഡാമിൻ പ്രീസ്റ്റിനെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്തു. ശേഷം വേൾഡ് ചാമ്പ്യൻ ലിവ് മോർഗൻ അതുപോലെ തന്നെ ഡൊമിനിക് മിസ്റ്റീരിയോ ഇവരെല്ലാം വന്നുകൊണ്ട് സമയത്ത് ആരായിരിക്കും സേവ് ചെയ്യാൻ വരിക എന്നൊക്കെ നമ്മൾ നോക്കിയിരിക്കുമ്പോൾ അടുത്ത സെക്കൻഡിൽ തന്നെ പ്രീസ്റ്റ് ഇവരെല്ലാവരെയും അറ്റാക്ക് ചെയ്ത് ഫിൻ ബാലറിനെ നേരിടാൻ വേണ്ടിയിട്ട് പോകും. എന്നാൽ ലിവ് മോർഗൻ അത് സേവ് ചെയ്ത് പിന്നീട് ലിവ് മോർഗനെ ഉൾപ്പെടെ ഡാമിൻ പ്രീസ്റ്റിനെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്തു. അവസാനം റിയ റിപ്ലിയുടെ തീം മ്യൂസിക് പ്ലേ ആയി റിയ റിപ്ലി അവിടെ വന്നുകൊണ്ട് ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. അടുത്ത സെക്കൻഡിൽ തന്നെ ഇവർ റിങ് വിട്ട് പോയി. പക്ഷെ വിടാതെ റിയ റിപ്ലി ലിവ് മോർഗനെ പിടിച്ച് റിംഗ് പോസ്റ്റിലെല്ലാം വലിച്ചെറിഞ്ഞ് കമന്ററി ടേബിളിന്റെ മുകളിലേക്ക് എടുത്തടിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യും. എന്നാൽ ഡൊമിനിക് മിസ്റ്റീരിയോ അവിടെ നിന്നും സേവ് ചെയ്ത് കൊണ്ടുപോകും. പിന്നീട് JD മെക്ഡാനിക്കിനെ ഇവർ രണ്ടുപേരും ചേർന്ന്, അതായത് ഡാമിൻ പ്രീസ്റ്റും റിയ റിപ്ലിയും ചേർന്ന് അറ്റാക്ക് ചെയ്ത് ഡാമിൻ പ്രീസ്റ്റിന്റെ ചോക്ക് സ്ലാം ഫിനിഷർ എല്ലാം കൊടുത്തുകൊണ്ട് ഇവരാണ് റിങ്ങിൽ മാസായി നിന്ന് ഇവരൊന്നിച്ചത്. അപ്പോൾ ഈ സെഗ്മെന്റ് അടിപൊളിയായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡാമിൻ പ്രീസ്റ്റിന്റെ ഫേസ് ടൈം ഇപ്പോൾ ഒരു രക്ഷയുമില്ല.
നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളത് കമന്റ് ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ വേറെ ലെവലാണ് ഇപ്പോൾ. പിന്നെ ഇവരുടെ സ്റ്റോറി ലൈനും കൊള്ളാം. പിന്നെ ഈ മാച്ചിൽ ഡിസ്ക്വാളിഫിക്കേഷൻ മൂലം ഡാമിൻ പ്രീസ്റ്റ് ആണ് വിൻ ചെയ്തിട്ടുള്ളത്. പിന്നീട് റോമൻ റൈൻസിന്റെ റിട്ടേൺ അടുത്ത സ്മാക്ക് ഡൗണിൽ ഒഫീഷ്യലായി കൺഫേം ചെയ്തു. പിന്നീട് സോണിയ ഡിവിൽ ടീം ഡെക്കോടെക്കൈനെ അറ്റാക്ക് ചെയ്തു ബാക്ക് സ്റ്റേജ്. അതിനുശേഷമാണ് ഇയോ സ്കൈ ഫോഴ്സസ് സോണിയ ഡിവിൽ മാച്ച് കൺഫേം ചെയ്തത്. പിന്നീട് ഇയോ സ്കൈ ഫോഴ്സസ് സോണിയ ഡിവിൽ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് വന്നു. അപ്പോൾ ഈ മാച്ച് നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത്. മാച്ചിന്റെ പകുതിയോട് കൂടി ഷൈന ബേസ്തർ എല്ലാം ചീറ്റ് ചെയ്യാൻ വരുമ്പോൾ കൈരി സൈൻ അവരെയെല്ലാം അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവസാനം സോണിയ ഡിവിൽ ഫിനിഷർ ചെയ്യാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല. ഇയോ സ്കൈ മൂൺസോൾട്ട് ഫിനിഷർ കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ ഇയോ സ്കൈ ആണ് വിൻ ചെയ്തത്. അപ്പോൾ ഈ മാച്ച് നല്ല മാച്ചായിരുന്നു. നെക്സ്റ്റ് വീക്ക് ഇവർക്ക് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് നമ്പർ 1 കണ്ടൻഡർ മാച്ച്, അതായത് ടാഗ് ടീം മാച്ച് നടക്കുന്നുണ്ട്. അതിനുശേഷം ഇല്യ ഡ്രാഗനോ, സാമി സൈൻ, ജെ യുസോ ഇവരുടെ ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ്. അപ്പോൾ ഈ സെഗ്മെന്റിൽ ഡ്രാഗനോ സാമി സൈനോട് പറയുന്നത് നീ ഒരു നല്ല ചാമ്പ്യൻ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇല്യ ഡ്രാഗനോ സാമി സൈൻ ചാമ്പ്യൻഷിപ്പ് തോറ്റതിൽ സമാധാനിപ്പിക്കുന്നുണ്ട്. അതേസമയം തന്നെ സാമി സൈൻ പറയുന്നത് നീ ഇങ്ങനെ പറഞ്ഞതിന് നന്ദി എന്നും ഒരു ദിവസം നീയും ഒരു നല്ല ചാമ്പ്യനായി മാറും എന്നൊക്കെയാണ്. പിന്നീട് ഡ്രാഗനോ അവിടെ നിന്നും പോകും. ശേഷം ജെയുസോയാണ് വന്നത്. ജെയുസോ വന്നുകൊണ്ട് ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ തോറ്റതിൽ വിഷമിക്കരുത്, നിനക്ക് എന്തായാലും ചാമ്പ്യൻഷിപ്പിനുള്ള അവസരം ഇനിയും കിട്ടും. ഇങ്ങനെയെല്ലാം ജെയുസോ പറയുമ്പോൾ സാമി സൈൻ പറയുന്നത് ഞാൻ ആഡം പിയേഴ്സുമായിട്ട് സംസാരിച്ചു, നെക്സ്റ്റ് വീക്ക് IC ചാമ്പ്യൻഷിപ്പ് മാച്ചിൻ്റെ റീമാച്ച് തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന്. അപ്പോൾ ജെയുസോ പറയുന്നുണ്ട് നമുക്ക് ജഡ്ജ്മെൻ്റ് ഡേ ടീമുമായിട്ട് ഒരു അൺഫിനിഷ്ഡ് ബിസിനസ്സും ഉണ്ട് എന്ന്, അതായത് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പും കൂടി വിൻ ചെയ്ത് നീ ഡബിൾ ചാമ്പ്യൻ ആകും എന്നൊക്കെ. പിന്നീട് ഇവർ ഒന്നിച്ചുകൊണ്ട് ഈ സെഗ്മെന്റ് അവസാനിപ്പിച്ചു. അതിനുശേഷം റോ എപ്പിസോഡ് മെയിൻ ഇവന്റായി നടന്നത് നമ്മൾ കാത്തിരുന്ന മാച്ചാണ്, അതായത് വൈറ്റ് 6 ടീമിന്റെ ഡെബ്യൂ മാച്ച്. അപ്പോൾ ഈ മാച്ച് നടന്നത് ക്രീഡ് ബ്രദേഴ്സ് ആൻഡ് ചാറ്റ് കേബിൾ ഫോഴ്സസ് വൈറ്റ് 6 ടീമിലുള്ള ഡെക്സ്റ്റർ ലൂമിൻസ്, ജോ ഗ്രേസി ആൻഡ് എറിക് റോവൻ ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ചിന് ഇവരുടെ എൻട്രൻസ് തന്നെ വേറെ ലെവലായിരുന്നു. ബ്രേ വൈറ്റിന് ട്രിബ്യൂട്ട് എല്ലാം കൊടുത്തുകൊണ്ട്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ മാച്ചിന്റെ ആദ്യ ഭാഗം മുഴുവനായിട്ടും വൈറ്റ് 6 ടീമാണ് ലീഡ് ചെയ്ത് മുന്നോട്ട് പോയത്. പിന്നീട് മാച്ചിന്റെ സെക്കൻഡ് പകുതിയിൽ ഇവർ വൈറ്റ് 6 ടീമിനെ എല്ലാം അറ്റാക്ക് ചെയ്തു. പ്രത്യേകിച്ച് ഡെക്സ്റ്റർ ലൂമിൻസിനെ എല്ലാം ഭയങ്കരമായി അറ്റാക്ക് ചെയ്യാനായിട്ട് നോക്കി. എന്നാൽ മാച്ചിന്റെ അവസാനത്തിൽ ക്രീഡ് ബ്രദേഴ്സ് ടീമിലുള്ള 2 പേരെയും കമന്ററി ടേബിളിന്റെ മുകളിലേക്ക് ഡെക്സ്റ്റർ ലൂമിൻസും ജോ ഗ്രേസിയും എടുത്തടിച്ചുകൊണ്ട് ചാറ്റ് കേബിളിനെ എറിക് റോവനെ കൊണ്ട് ഫിനിഷർ ചെയ്യിപ്പിക്കും. അതിനുശേഷം ഡെക്സ്റ്റർ ലൂമിൻസ് ഒരു ഫ്രോഗ് സ്ലാഷ് പോലെയെല്ലാം ചെയ്ത് ഈ മാച്ചിൽ ഡെക്സ്റ്റർ ലൂമിൻസ് മൂലമാണ് വൈറ്റ് 6 ടീം വിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മെയിൻ ഇവന്റ് മാച്ചും ഇന്നത്തെ റോ എപ്പിസോഡും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. സമ്മർ സ്ലാമിന് ശേഷം നടക്കുന്ന ഫസ്റ്റ് റോയ്ക്ക് നല്ല പ്രതീക്ഷയുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ആ പ്രതീക്ഷയെല്ലാം നിലനിർത്തി തന്നെയാണ് ഇന്നത്തെ റോ എപ്പിസോഡ് മുന്നോട്ട് പോയിട്ടുള്ളത്. റോ എപ്പിസോഡിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക.